ഹലോ, ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് അടുത്ത ടോപ്പിക്ക് ശ്രിങ്കേജ് ആണ്. ശ്രിങ്കേജ് എന്ന് പറയുന്നത് നമ്മൾ ക്രീപ്പ് എന്താണെന്നുള്ളതാണ് കഴിഞ്ഞ വീഡിയോയിൽ പഠിച്ചത്. ക്രീപ്പ് എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ സ്ട്രെയിൻ അണ്ടർ ഡ്യൂ ടു കോൺസ്റ്റൻ്റ് അല്ലെങ്കിൽ സസ്റ്റെയിൻഡ് സ്ട്രെസ്സ്. ഇൻക്രീസ് ഇൻ സ്ട്രെയിൻ അണ്ടർ കോൺസ്റ്റൻ്റ് ഓർ സസ്റ്റെയിൻഡ് സ്ട്രെസ്സ്. അതാണ് എന്ത് പറയുന്നത്, ക്രീപ്പ് എന്ന് പറയുന്നത്. അതായത് സ്ട്രെയിനിലുണ്ടാകുന്ന ചേഞ്ച്, സ്ട്രെയിൻ എന്ന് വെച്ചാൽ ലെങ്ത്തിലുണ്ടാകുന്ന ചേഞ്ച് ഡ്യൂ ടു അണ്ടർ കോൺസ്റ്റൻറ്റ്, ഒരു കോൺസ്റ്റൻറ്റ് ലോഡ് അല്ലെങ്കിൽ സസ്റ്റെയിൻഡ് ലോഡ് അല്ലെങ്കിൽ സ്ട്രെസ്സ് കോൺക്രീറ്റിൽ ആക്ട് ചെയ്യുമ്പം അതിനകത്ത് ഉണ്ടാകുന്ന ചേഞ്ച് ഇൻ ഇൻക്രീസ് ഇൻ സ്ട്രെയിൻ ആണ് അതിൻ്റെ ക്രീപ്പ് എന്ന് നമ്മൾ പഠിച്ചത്. ഇനി ശ്രിങ്കേജ് എന്ന് വെച്ചാൽ എന്താണ്? സ്ട്രിങ്ക് ചെയ്യുക എന്നുള്ള വേർഡിൻ്റെ മീനിങ് എന്താ? അതിൻ്റെ വോളിയം റെഡ്യൂസ് ചെയ്യുക. അതായത് കോൺക്രീറ്റിൻ്റെ, നമ്മുടെ കേസിൽ കോൺക്രീറ്റിൻ്റെ വോളിയം റെഡ്യൂസ് ചെയ്യുക. എങ്ങനെയാണ് കോൺക്രീറ്റിൻ്റെ വോളിയം റെഡ്യൂസ് ചെയ്യുക? ഡ്യൂ ടു ലോസ് ഓഫ് മോയ്സ്ചർ. അതായത് മോയ്സ്ചർ അല്ലെങ്കിൽ വാട്ടർ കോൺക്രീറ്റിന് വാട്ടർ ലൂസ് ചെയ്തിട്ട്, വാട്ടർ റിമൂവ് ചെയ്തിട്ട് കോൺക്രീറ്റിൻ്റെ വോളിയത്തിലുണ്ടാകുന്ന റിഡക്ഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ശ്രിങ്കേജ് എന്ന് പറയുന്നത്. അപ്പോൾ കോൺക്രീറ്റിൻ്റെ കേസിൽ കോൺക്രീറ്റിൻ്റെ എന്താ പറയുക, കോൺക്രീറ്റിൻ്റെ shrinkage of concrete can be defined as volume change in concrete due to loss of moisture at different stages due to different reasons. And the loss of moisture in concrete at different stages due to different reasons. Due to that, the change in volume will occur. That change in volume is known as what? Shrinkage. Okay. ഈ ശ്രിങ്കേജിൻ്റെ കോൺക്രീറ്റിൻ്റെ വോളിയം ചേഞ്ചാണ് കോൺക്രീറ്റിൻ്റെ സ്ട്രെങ്ത്തിനെയും അതിൻ്റെ ഡ്യൂറബിലിറ്റിനെയും ഒക്കെ എഫക്റ്റ് ചെയ്യുന്ന ഒരു മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ എന്ന് പറയുന്നത് ഇതിൻ്റെ കോൺക്രീറ്റിനുണ്ടാകുന്ന ശ്രിങ്കേജ് ആണ്. സോ ശ്രിങ്കേജ് ഈസ് ഓൾസോ നോൺ ആസ്, ഓർ ഇറ്റ്സ് ഓൾസോ കോൾഡ് ഇൻഹറൻറ്റ് പ്രോപ്പർട്ടി ഓഫ് കോൺക്രീറ്റ്. ഓക്കെ, അപ്പോൾ ആ പോയിൻ്റാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ശ്രിങ്കേജ് ഈസ് എൻ ഇൻഹറൻറ്റ് പ്രോപ്പർട്ടി ഓഫ് കോൺക്രീറ്റ്. വോളിയം ചേഞ്ച് ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് ഡിറ്റർമിനൻ്റൽ പ്രോപ്പർട്ടി ഓഫ് കോൺക്രീറ്റ് വിച്ച് എഫക്ട് ദ ലോങ് ടേം സ്ട്രെങ്ത് ആൻഡ് ഡ്യൂറബിലിറ്റി. ഓക്കെ, കോൺക്രീറ്റിൻ്റെ ലോങ് ടേം സ്ട്രെങ്ത്തിനും ഡ്യൂറബിലിറ്റിനെ എഫക്റ്റ് ചെയ്യുന്നൊരു ഫാക്ടറാണ് അതിൻ്റെ വോളിയം ചേഞ്ച് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ശ്രിങ്കേജ് മെയിൻലി 4 ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് ക്ലാസിഫിക്കേഷൻ ഓഫ് ശ്രിങ്കേജ് എന്ന് പറയുന്നത്. അപ്പോൾ 4 ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് പ്ലാസ്റ്റിക് ശ്രിങ്കേജ്, സെക്കൻഡ് വൺ ഡ്രൈയിങ് ശ്രിങ്കേജ്, തേർഡ് വൺ ഈസ് ഓട്ടോജീനിയസ് ശ്രിങ്കേജ് ആൻഡ് ഫോർത്ത് വൺ ഈസ് കാർബണേഷൻ ശ്രിങ്കേജ്. പ്ലാസ്റ്റിക് ശ്രിങ്കേജ് എന്താണെന്ന് നമുക്ക് നോക്കാം. പ്ലാസ്റ്റിക് ശ്രിങ്കേജ് എന്ന് വെച്ചാൽ കോൺക്രീറ്റ് അതിൻ്റെ പ്ലാസ്റ്റിക് സ്റ്റേറ്റിലായിരിക്കുന്ന സമയത്ത് അതിൻ്റെ അകത്ത് വാട്ടർ റിമൂവ് ചെയ്തിട്ട് കോൺക്രീറ്റിൻ്റെ വോളിയത്തിലുണ്ടാകുന്ന റിഡക്ഷൻ, അതിനാണ് നമ്മൾ പ്ലാസ്റ്റിക് ശ്രിങ്കേജ് എന്ന് പറയുന്നത്. പ്ലാസ്റ്റിക് സ്റ്റേറ്റ് എന്ന് വെച്ചാൽ എന്താണ്? കോൺക്രീറ്റ് ഹാർഡൻ ചെയ്യുന്നതിന് മുൻപുള്ള സ്റ്റേറ്റ്. നമ്മൾ കോൺക്രീറ്റിൽ വാട്ടർ ആഡ് ചെയ്തിട്ട് അതൊരു പ്ലാസ്റ്റിക് ഫോമിൽ, നമുക്കൊരു പ്ലാസ്റ്റിക് സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ ഒരു ത്രെഡ് 3mm ആയിട്ടുള്ള ത്രെഡാക്കിയിട്ട് അതിനെ നമ്മൾ കൈയിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് 3mm തിക്നെസ്സിലൊരു ഒരു ത്രെഡാക്കിയിട്ട് അതിനെ ഫോം ചെയ്യിക്കാൻ പറ്റുന്ന ആ ഒരു കൺസിസ്റ്റൻസിയിലുള്ള കോൺക്രീറ്റ്, അത് കോൺക്രീറ്റ് ഹാർഡ് ആവുന്നതിന് മുൻപേ ഉള്ള കോൺക്രീറ്റ് എന്ന് പറയാം. അതാണ് അതിൻ്റെ പ്ലാസ്റ്റിക് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആ പ്ലാസ്റ്റിക് സ്റ്റേറ്റിലെ കോൺക്രീറ്റിനകത്ത് വാട്ടർ റിമൂവ് ചെയ്തിട്ട് കോൺക്രീറ്റിൻ്റെ വോളിയം റിഡക്ഷൻ ഒക്കർ ചെയ്യുകയാണെങ്കിൽ നമ്മളതിനെ പറഞ്ഞ പേരാണ് പ്ലാസ്റ്റിക് ശ്രിങ്കേജ് എന്ന്. ഇനി ഈ പ്ലാസ്റ്റിക് ശ്രിങ്കേജിൻ്റെ മെയിൻ റീസൺസ് നമുക്ക് എന്താക്കാൻ നോക്കാം. പ്ലാസ്റ്റിക് ശ്രിങ്കേജ് ഉണ്ടാകാനുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത്, ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ലോസ് ഓഫ് വാട്ടർ by evaporation from the surface of concrete. Loss of water by the evaporation from the surface of the concrete. കോൺക്രീറ്റിൻ്റെ സർഫസിന് എന്ത് ചെയ്യുക, കോൺക്രീറ്റിൻ്റെ സർഫസിന് വാട്ടർ ഇവാപ്പറേറ്റ് ചെയ്ത് പോയിട്ട് വാട്ടർ ലോസ് ഉണ്ടാവും. വാട്ടർ ഇവാപ്പറേറ്റ് ചെയ്ത് പോകുന്നതുകൊണ്ട് വാട്ടർ ലോസ് ഉണ്ടാവും. അതുകൊണ്ട് കോൺക്രീറ്റിന് വോളിയം ചേഞ്ച് ഉണ്ടാവുകയാണെങ്കിൽ അതൊരു റീസൺ, അത് പ്ലാസ്റ്റിക് ശ്രിങ്കേജ് എന്ന് പറയാം. ഓക്കെ, പിന്നെ ഒന്നെന്ന് വെച്ചാൽ ലോസ് ഓഫ് വാട്ടർ ബൈ അബ്സോർപ്ഷൻ ബൈ അഗ്രിഗേറ്റ്. അതായത് കോൺക്രീറ്റിൽ നമ്മൾ യൂസ് ചെയ്യുന്ന അഗ്രിഗേറ്റ് അതിലുള്ള വാട്ടർ അബ്സോർബ് ചെയ്യാം, അതുകൊണ്ട് ലോസ് ഓഫ് വാട്ടർ ഒക്കർ ചെയ്യാം. അങ്ങനെ ലോസ് ഓഫ് വാട്ടർ ഉണ്ടാകുമ്പോൾ വോളിയം ചേഞ്ച് ഉണ്ടാവും. അത് നമ്മൾ പ്ലാസ്റ്റിക് ശ്രിങ്കേജിൻ്റെ വേറൊരു റീസൺ ആയിട്ട് പറയാം. ഓക്കെ, പ്ലാസ്റ്റിക് ശ്രിങ്കേജിന് മെയിനായിട്ട് 2 റീസൺസ് ആണുള്ളത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ലോസ് ഓഫ് വാട്ടർ ബൈ ഇവാപ്പറേഷൻ ഫ്രം ദ സർഫസ് ഓഫ് കോൺക്രീറ്റ്, ഫസ്റ്റ് കോസ്. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ലോസ് ഓഫ് വാട്ടർ ബൈ ദ അബ്സോർപ്ഷൻ ബൈ അഗ്രിഗേറ്റ്. ഒന്ന് ഇവാപ്പറേഷൻ കൊണ്ടുണ്ടാകുന്ന ലോസും, സെക്കൻഡ് വൺ അബ്സോർപ്ഷൻ ബൈ അഗ്രിഗേറ്റ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ കോൺക്രീറ്റിൻ്റെ സർഫസിൽ
സർഫേസിൽ നിന്ന് വാട്ടർ റിമൂവ് ചെയ്താൽ പ്ലാസ്റ്റിക് സ്റ്റേറ്റിലുള്ളപ്പോൾ അതിന് സർഫേസിൽ നിന്ന് വാട്ടർ റിമൂവ് ചെയ്യുമ്പോൾ അതെന്ത് സംഭവിക്കും? വോളിയം ചേഞ്ച് ഉണ്ടാവും, റിഡക്ഷൻ ഇൻ വോളിയം ഉണ്ടാവും. അതുകൊണ്ട് കോൺക്രീറ്റിനകത്ത് ക്രാക്സ് ഫോം ചെയ്യും. ഇങ്ങനെ ഫോം ചെയ്യുന്ന ക്രാക്സ് ആണ് കോൺക്രീറ്റിൻ്റെ ഫെയിലിയറിന് കാരണമാകുന്നത്. അതാണ് കോൺക്രീറ്റിൻ്റെ ഡ്യൂറബിലിറ്റിയും അതിൻ്റെ അൾട്ടിമേറ്റ് സ്ട്രെങ്ത് റിഡക്ഷനും ഡ്യൂറബിലിറ്റിനും ഒക്കെ എഫക്റ്റ് ചെയ്യുന്ന മെയിൻ ഫാക്ടർ എന്ന് പറയുന്നത് എന്താണ്? ഇങ്ങനെ ക്രാക്സ് ഫോം ചെയ്യും. ശ്രിങ്കേജ് ഉണ്ടാകും, അവിടെ ക്രാക്സ് ഇങ്ങനെ ക്രാക്ക് ഫോം ചെയ്യും. അപ്പോൾ അങ്ങനെ ക്രാക്ക് ഉണ്ടാകുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ക്രാക്ക് ഉണ്ടാകുമ്പോൾ ആ ക്രാക്ക് പിന്നെ കോൺക്രീറ്റിൻ്റെ ട്രാൻസിഷൻ സോണിലേക്ക് ക്രാക്ക് ഡെവലപ്പ് ചെയ്തിട്ട് അത് ഫെയിലിയർ ആവും, അല്ലെങ്കിൽ ഡ്യൂറബിലിറ്റിനെ എഫക്റ്റ് ചെയ്യും. എങ്ങനെ? ആ ക്രാക്സിലൂടെ മോയ്സ്ചർ കണ്ടൻറ്റൊക്കെ റീഇൻഫോഴ്സ്മെൻറ്റിനെ എഫക്റ്റ് ചെയ്ത് കൊറോഷൻ സംഭവിക്കും. അങ്ങനെയൊക്കെയാണ് കോൺക്രീറ്റിൻ്റെ കേസിൽ ഈ ശ്രിങ്കേജ് എന്ന് പറയുന്നത്, ശ്രിങ്കേജിൻ്റെ എഫക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ അടുത്ത പോയിന്റ് പറയുന്നത് ഇൻ കേസ് ഓഫ് ഫ്ലോറിൻ്റെയും പേയ്മെൻറ്റ്സിൻ്റെ ഒക്കെ കേസിലാണ് കോൺക്രീറ്റിൻ്റെ കേസിൽ ഈ പ്ലാസ്റ്റിക് ശ്രിങ്കേജ് കൂടുതലായിട്ട് ഒക്കർ ചെയ്യുന്നത്. ഇഫ് ദ വാട്ടർ സിമെൻറ്റ് റേഷ്യോ ഈസ് ഹൈ, ലാർജ് ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ ബ്ലീഡ്സ് ആൻഡ് അക്യുമുലേറ്റ് അറ്റ് ദ സർഫേസ്. When this water at the surface dries out, the surface concrete collapses causing cracks. പറഞ്ഞ പോലെ തന്നെ വാട്ടർ സിമെൻറ്റ് റേഷ്യോ കൂടുതലാണെങ്കിൽ കുറേ വെള്ളം കൂടുമ്പോൾ എന്താ, ആ വെള്ളം എല്ലാം മുകളിലേക്ക് വന്നിട്ട് അക്യുമുലേറ്റ് ചെയ്യും. അപ്പോൾ അതിൻ്റെ എന്താ സംഭവിക്കുന്നത്? ഈ പ്ലാസ്റ്റിക് ശ്രിങ്കേജ് കൂടും. അങ്ങനെ പ്ലാസ്റ്റിക് ശ്രിങ്കേജ് ഹയർ റേറ്റിൽ നടക്കുമ്പോൾ കോൺക്രീറ്റിനകത്ത് ക്രാക്സ് ഫോം ചെയ്തിട്ട് കോൺക്രീറ്റിന് കൊളാപ്സിന് കാരണമാവും. ഓക്കെ, ഇനി നമുക്ക് എങ്ങനെയൊക്കെ ഈ പ്ലാസ്റ്റിക് ശ്രിങ്കേജിനെ പ്രിവെൻറ്റ് ചെയ്യാൻ നമുക്ക് നോക്കാം. റെമഡീസ് എന്തൊക്കെയാണ് ഈ പ്ലാസ്റ്റിക് ശ്രിങ്കേജിനെ പ്രിവെൻറ്റ് ചെയ്യാനുള്ള? അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് പ്ലാസ്റ്റിക് ശ്രിങ്കേജ് ക്യാൻ ബി റെഡ്യൂസ്ഡ് ബൈ പ്രിവെൻറ്റിംഗ് ദ റാപ്പിഡ് ലോസ് ഓഫ് വാട്ടർ ഫ്രം ദ സർഫേസ്. ദിസ് ക്യാൻ ബി ഡൺ ബൈ കവറിംഗ് ദ സർഫേസ് വിത്ത് പോളിത്തീൻ ഷീറ്റ്. അതായത് കോൺക്രീറ്റിൻ്റെ സർഫേസിൽ നിന്ന് വാട്ടർ റിമൂവ് ആയി പോകുന്നതാണല്ലോ പ്ലാസ്റ്റിക് ശ്രിങ്കേജ്. അപ്പോൾ കോൺക്രീറ്റിൻ്റെ സർഫേസിൽ നിന്ന് അങ്ങനെ വാട്ടർ ഇവാപ്പറേറ്റ് ചെയ്ത് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് കോൺക്രീറ്റിൻ്റെ സർഫേസ് നമ്മളൊരു പോളിത്തീൻ ഷീറ്റ് വെച്ചിട്ട് കവർ ചെയ്യാം. ഓക്കെ, ഒരു പോളിത്തീൻ ഷീറ്റ് വെച്ചിട്ട് കവർ ചെയ്യാം. അതാണ് ഒരു റെമഡി. സെക്കൻഡ് വൺ എന്ന് വെച്ചാൽ റീവൈബ്രേഷൻ ഓഫ് കോൺക്രീറ്റ് റെഡ്യൂസ് ദ പ്ലാസ്റ്റിക് ശ്രിങ്കേജ്. കോൺക്രീറ്റിനെ നമ്മൾ യൂസ് ചെയ്യുന്ന കോൺക്രീറ്റിനെ ഒന്നുകൂടി വൈബ്രേറ്റ് ചെയ്യുക, റീവൈബ്രേറ്റ് ചെയ്യുക അതിനെ. അപ്പോൾ റീവൈബ്രേഷൻ നടക്കുമ്പോൾ എക്സസ് ആയിട്ടുള്ള വാട്ടറൊക്കെ റിമൂവ് ആയി പോകും, മീൻസ് യൂസ് ചെയ്ത് പോകും. അപ്പോൾ എന്താണ്, അങ്ങനെ റീവൈബ്രേറ്റ് ചെയ്യുമ്പോൾ കോൺക്രീറ്റിൻ്റെ പ്ലാസ്റ്റിക് ശ്രിങ്കേജ് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. തേർഡ് വൺ എന്ന് വെച്ചാൽ യൂസ് ഓഫ് സ്മോൾ ക്വാണ്ടിറ്റി ഓഫ് അലൂമിനിയം പൗഡർ റെഡ്യൂസ് ദ പ്ലാസ്റ്റിക് ശ്രിങ്കേജ്. കോൺക്രീറ്റിനകത്ത് വളരെ ചെറിയ ക്വാണ്ടിറ്റിയിൽ അലൂമിനിയം പൗഡർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഇവാപ്പറേഷൻ റെഡ്യൂസ് ചെയ്യും. അടുത്തത് ടു കൺട്രോൾ ദ പ്ലാസ്റ്റിക് ശ്രിങ്കേജ് എക്സ്പാൻസീവ് സിമെൻറ്റ് ക്യാൻ ബി യൂസ്ഡ്. നമ്മൾ യൂസ് ചെയ്യുന്ന സിമെൻറ്റ് എക്സ്പാൻസീവ് സിമെൻ്റ് ആണെങ്കിൽ എന്താണ്, അത് പ്ലാസ്റ്റിക് ശ്രിങ്കേജ് റെഡ്യൂസ് ചെയ്യും. അപ്പോൾ ഇതൊക്കെയാണ് പ്ലാസ്റ്റിക് ശ്രിങ്കേജ് റെഡ്യൂസ് ചെയ്യാനുള്ള മെയിൻ റെമഡീസ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ടൈപ്പ് ഓഫ് ശ്രിങ്കേജ് ആണ് ഡ്രൈയിങ് ശ്രിങ്കേജ്. ഡ്രൈയിങ് ശ്രിങ്കേജ് എന്ന് വെച്ചാൽ ഡ്രൈ പ്ലാസ്റ്റിക് സ്റ്റേറ്റിൽ വാട്ടർ റിമൂവ് ആയി പോവുക. ഡ്രൈയിങ് ശ്രിങ്കേജ് എന്ന് വെച്ചാൽ കോൺക്രീറ്റ് അതിൻ്റെ ഡ്രൈയിങ് സ്റ്റേറ്റിലാണ് കോൺക്രീറ്റ് ഹാർഡൻ സംഭവിച്ചു. അങ്ങനെ കോൺക്രീറ്റ് ഡ്രൈ ആയിട്ടുള്ള സ്റ്റേറ്റിലെത്തിയിട്ട് എന്നിട്ടും കോൺക്രീറ്റിനകത്ത് നിന്ന് വാട്ടർ റിമൂവ് ആകുന്നുണ്ടെങ്കിൽ അങ്ങനെ വാട്ടർ റിമൂവ് ആയിട്ട് കോൺക്രീറ്റിൻ്റെ വോളിയം റിഡക്ഷൻ ഉണ്ടാവും. അങ്ങനെ റെഡ്യൂസ് ചെയ്യുന്ന വോളിയത്തിന് പറയുന്ന പേരാണ് നമ്മൾ ഡ്രൈയിങ് ശ്രിങ്കേജ്. അത് കോൺക്രീറ്റ് അറ്റ് ഡ്രൈയിങ് സ്റ്റേറ്റ് ഓർ ഹാർഡൻഡ് സ്റ്റേറ്റ്. ഓക്കെ, അപ്പോൾ അതെന്താണെന്ന് നോക്കാം. The shrinkage that take place after the concrete has set and hardened is called drying shrinkage. That is concrete that has set and hardened. അതിന് ശേഷം നടക്കുന്ന ശ്രിങ്കേജിനാണ് ഡ്രൈയിങ് ശ്രിങ്കേജ് എന്ന് പറയുന്നത്. മോസ്റ്റ് ഓഫ് ദി ശ്രിങ്കേജ് ടേക്ക് പ്ലേസ് ഇൻ ദ ഫസ്റ്റ് ഫ്യൂ മന്ത്സ്. മോസ്റ്റ് ഓഫ് ദി ഡ്രൈയിങ് ശ്രിങ്കേജും ഫസ്റ്റ് ഫ്യൂ മന്ത്സിൽ ആണ് ഈ ഡ്രൈയിങ് ശ്രിങ്കേജ് നടക്കുന്നത്. ഓക്കെ, വിഡ്രോവൽ ഓഫ് വാട്ടർ ഫ്രം കോൺക്രീറ്റ് stored in unsaturated air voids causing drying shrinkage. അതായത് കോൺക്രീറ്റിനകത്ത് എക്സസ് ആയിട്ടുള്ള വാട്ടർ അതിൻ്റെ സർഫേസിൽ നിന്ന് റിമൂവ് ആയി പോകുന്നതാണെങ്കിൽ അത് പ്ലാസ്റ്റിക് ഡ്രൈ ചെയ്യുന്നതിന് മുന്നേ, അത് സെറ്റ് ആവുന്നതിന് മുന്നേ, ഇനി അത് സെറ്റായി ഹാർഡൻഡ് സ്റ്റേറ്റിലെത്തിയിട്ട് നമ്മൾ കോൺക്രീറ്റിനുള്ളിലുള്ള അൺസാച്ചുറേറ്റഡ് എയർ വോയിഡ്സിനകത്ത്, അതായത് എയർ വോയിഡ്സിനകത്ത് കോൺക്രീറ്റിനുള്ളിൽ അൺസാച്ചുറേറ്റഡ് ആയിട്ടുള്ള എയർ വോയിഡ്സിനകത്ത് നിന്നുള്ള വാട്ടർ റിമൂവ് ചെയ്തിട്ട്, അതാണ് ശ്രദ്ധിക്കേണ്ടത് ഇവിടെ, അൺസാച്ചുറേറ്റഡ് എയർ വോയിഡ്സ് അതാണ് ശ്രദ്ധിക്കേണ്ടത്. അങ്ങനെ അൺസാച്ചുറേറ്റഡ് എയർ വോയിഡ്സ് എന്നുള്ള വാട്ടർ റിമൂവ് ചെയ്തിട്ട് എന്താണ് കോൺക്രീറ്റിന് ശ്രിങ്കേജ് ഉണ്ടാവും. അങ്ങനെ ഉണ്ടാകുന്ന ശ്രിങ്കേജാണ് ഡ്രൈയിങ് ശ്രിങ്കേജ് എന്ന് പറയുന്നത്. ഓക്കെ, വിഡ്രോവൽ ഓഫ് വാട്ടർ ഫ്രം കോൺക്രീറ്റ് സ്റ്റോർഡ് ഇൻ അൺസാച്ചുറേറ്റഡ് എയർ വോയിഡ്സ്. Withdrawal of water from concrete that is stored in
unsaturated air voids that cause drying shrinkage. Okay. A part of this shrinkage is recovered in immersion of concrete in water. നമ്മൾ കോൺക്രീറ്റ് കാസ്റ്റ് ചെയ്തിട്ട് അത് വാട്ടറിൽ ഇമേഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഡ്രൈയിങ് shrinkage ഒരു പരിധിവരെ റെഡ്യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ. shrinkage is more if the gel pores are finer. Rate of shrinkage decreases with time. ജെൽ പോർസ് കോൺക്രീറ്റിനകത്ത് നിന്നാണ് ജെൽ പോർസ് ഫൈനർ പോർസ് ആണെങ്കിൽ അതിന് ഡ്രൈയിങ് shrinkage കൂടുതലായിരിക്കും. അത് ഫൈനർ പോർസ് ആണെങ്കിൽ കുറേ ഫൈനർ പോർസ് ഉണ്ടാകുമ്പോൾ എന്താ സംഭവിക്കുക, അതിൽ എയർ വോയിഡ്സ് ഉണ്ടാവും. എയർ വോയിഡ്സിനകത്ത് വാട്ടർ ഉണ്ടാവും. ആ വാട്ടർ ഇപ്പോൾ എമൗണ്ട് ഓഫ് വാട്ടർ സ്റ്റോർഡ് കൂടുതലായിരിക്കും. സോ അത് റിമൂവ് ആവും. അപ്പോൾ shrinkage കൂടും. ഓക്കെ. റേറ്റ് ഓഫ് shrinkage ഡിക്രീസസ് വിത്ത് ടൈം. ടൈം കൂടുന്നതിനനുസരിച്ചിട്ട് അല്ലെങ്കിൽ ടൈം കൂടുമ്പോൾ അതിൻ്റെ എന്താണ് ഡ്രൈയിങ് shrinkageൻ്റെ റേറ്റ് കുറയും. അതായത് ആദ്യം തന്നെ ഉള്ള വാട്ടറൊക്കെ സ്റ്റോർ ചെയ്ത വാട്ടറൊക്കെ റിമൂവ് ചെയ്ത് പോകുമ്പോൾ shrinkageൻ്റെ റേറ്റ് കുറയും. ഓക്കെ. അതാണ് ഡ്രൈയിങ് shrinkage. അത് മെയിനായിട്ട് ഓർമ്മിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ വാട്ടർ ദാറ്റ് സ്റ്റോർഡ് ഇൻ അൺസാച്ചുറേറ്റഡ് എയർ വോയിഡ്സ്. റിമൂവൽ ഓഫ് വാട്ടർ സ്റ്റോർഡ് ഇൻ അൺസാച്ചുറേറ്റഡ് എയർ വോയിഡ്സ് ദാറ്റ് കോസ് ഡ്രൈയിങ് shrinkage. ഓക്കെ. ഇനി നമുക്ക് തേർഡ് വൺ നോക്കാം. തേർഡ് വൺ ആണ് ഓട്ടോജീനിയസ് shrinkage എന്ന് പറയുന്നത്. ഓട്ടോജീനിയസ് shrinkage എന്ന് വെച്ചാൽ നമുക്ക് ഇതിനകത്ത് വെറും 2 പോയിൻ്റേ പറഞ്ഞിട്ടുള്ളൂ. വായിച്ചാൽ നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലാവുന്നില്ല. നോക്കാം. നോ മോയ്സ്ചർ മൂവ്മെൻറ്റ് to or from the cement paste is permitted when temperature is constant. Some shrinkage may occur. Such shrinkage is called autogeneous shrinkage. It is the order of about 100 into 10 raised to minus 6. അതായത് ഓട്ടോജീനിയസ് shrinkage എന്ന് പറയുന്നത് ഇവിടെ നോക്കാം. ഓട്ടോജീനിയസ് shrinkage എന്ന് പറയുന്നത് അതായത് കോൺക്രീറ്റിന് ഓട്ടോജീനിയസ് ആയിട്ട് കോൺക്രീറ്റിനുള്ളിൽ നടക്കുന്ന shrinkage. ഓക്കെ. അതായത് ഇറ്റ്സ് ഓൾസോ നോൺ ആസ് ബേസിക് shrinkage എന്നാണ് നമ്മൾ ഈ ഓട്ടോജീനിയസ് shrinkageനെ പറയുന്ന വേറൊരു പേര്. ദിസ് shrinkage ഈസ് ഡ്യൂ ടു കെമിക്കൽ റിയാക്ഷൻ ബിറ്റ്വീൻ സിമെൻറ്റ് വിത്ത് വാട്ടർ നോൺ ആസ് hydration and do not include environmental effects such as temperature and moisture changes. Okay. Its magnitude is usually ignored if the water cement in the concrete with water cement ratio more than 0.4. ഓട്ടോജീനിയസ് shrinkageനെ നമ്മൾ വിളിക്കുന്ന വേറൊരു പേരാണ് ബേസിക് shrinkage എന്ന് പറയും. അതൊരു കോൺക്രീറ്റിനുള്ളിൽ നടക്കുന്ന ബേസിക്കായിട്ട് നടക്കുന്ന shrinkage. അതായത് വേറൊരു എക്സ്റ്റേണൽ ഫോഴ്സോ അതായത് എക്സ്റ്റേണൽ ഏജൻറ്റ്, അതായത് എക്സ്റ്റേണൽ ഏജൻറ്റ് എന്ന് പറയുമ്പോൾ എന്താ shrinkageൻ്റെ മെയിൻ കാരണം എന്ന് പറയുന്നത് ടെമ്പറേച്ചർ അല്ലെങ്കിൽ മോയ്സ്ചർ ചേഞ്ച് എന്ന് പറയാം. അങ്ങനെ ടെമ്പറേച്ചറോ അല്ലെങ്കിൽ മോയ്സ്ചർ ചേഞ്ചോ അങ്ങനെ ഒരു എക്സ്റ്റേണൽ ഏജൻറ്റും ഇല്ലാതെ കോൺക്രീറ്റിന് ഉള്ളിൽ ബേസിക്കായിട്ട് നടക്കുന്ന shrinkage ആണ് എന്ത് ബേസിക് shrinkage അല്ലെങ്കിൽ ഓട്ടോജീനിയസ് shrinkage. അതായത് ടെമ്പറേച്ചർ കൂടുന്നത് കൊണ്ടോ അല്ലെങ്കിൽ ഹ്യൂമിഡിറ്റി കുറയുന്നത് കൊണ്ടോ അല്ല നമ്മൾ ഈ ഓട്ടോജീനിയസ് shrinkage ഉണ്ടാകുന്നത്. പിന്നെ എന്താണ് ഓട്ടോജീനിയസ് shrinkageൻ്റെ റീസൺ എന്ന് പറയുന്നത്? കോൺക്രീറ്റിനകത്ത് നടക്കുന്ന കെമിക്കൽ റിയാക്ഷൻ. അതായത് കെമിക്കൽ റിയാക്ഷൻ വെച്ചാൽ എന്താണ്, നമ്മൾ ഹൈഡ്രേഷൻ പ്രോസസ്സ് അല്ലേ. അതായത് സിമെൻറ്റ് പേസ്റ്റും വാട്ടറും തമ്മിലുള്ള കെമിക്കൽ റിയാക്ഷൻ നടക്കുമല്ലോ. അങ്ങനെ സിമെൻറ്റ് പേസ്റ്റും വാട്ടറും തമ്മിൽ കെമിക്കൽ റിയാക്ഷൻ നടക്കുമ്പോൾ അല്ലെങ്കിൽ ഹൈഡ്രേഷൻ പ്രോസസ്സ് നടക്കുമ്പോൾ ഈ കോൺക്രീറ്റിനകത്തുള്ള വാട്ടർ എന്താണ് ഈ കോൺക്രീറ്റിനകത്തുള്ള വാട്ടർ യൂസ് ചെയ്യുമല്ലോ. കോൺക്രീറ്റിൻ്റെ അകത്ത് എന്ത് സംഭവിക്കും, വോളിയം റിഡക്ഷൻ ഉണ്ടാവും. എന്തുകൊണ്ട്? ഈ കെമിക്കൽ പ്രോസസ്സ് ഓഫ് ഹൈഡ്രേഷൻ പ്രോസസ്സ് കൊണ്ട് കോൺക്രീറ്റിനകത്ത് വോളിയം റിഡക്ഷൻ ഉണ്ടാവും. അങ്ങനെ ഉണ്ടാകുന്ന വോളിയം റിഡക്ഷൻ അതിന് നമ്മൾ പറഞ്ഞ പേരാണ്, അങ്ങനെ ഉണ്ടാകുന്ന shrinkage നമ്മൾ പറഞ്ഞ പേരാണ് ഓട്ടോജീനിയസ് shrinkage. അതുകൊണ്ടാണ് അതിന് ബേസിക് shrinkage എന്ന് പറയുന്നത്. അതിനൊരു എക്സ്റ്റേണൽ ഏജൻറ്റ് അല്ലെങ്കിൽ എക്സ്റ്റേണൽ ഫോഴ്സിൻ്റെ ആവശ്യമില്ല, എക്സ്റ്റേണൽ ഫോഴ്സ് യൂസ് ചെയ്യുന്നില്ല. ഓക്കെ. ഇറ്റ്സ് shrinkage ഈസ് മെയിൻലി ഡ്യൂ ടു ദി ഹൈഡ്രേഷൻ take place between cement paste and water. It do not include any environmental effects such as temperature and moisture change. പിന്നെ വാട്ടർ സിമെൻറ്റ് റേഷ്യോ 0.4 കൂടുതൽ നമ്മൾ യൂസ് ചെയ്യുന്ന കോൺക്രീറ്റിൻ്റെ കേസിൽ ഇതിൻ്റെ ഓട്ടോജീനിയസ് shrinkage നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല, നെഗ്ലക്റ്റ് ചെയ്യും. പിന്നെ മെയിൻ വേറൊരു കാര്യം എന്ന് പറയുന്നത് ഇൻ എ കൺസർവേറ്റീവ് സിസ്റ്റം വെർ നോ മോയ്സ്ചർ മൂവ്മെൻറ്റ് ടു ഓർ ഫ്രം ദ പേസ്റ്റ് ഈസ് പെർമിറ്റഡ്. When temperature is constant, some shrinkage may occur. This shrinkage of such conservative system is known as autogeneous shrinkage. Okay. ഓട്ടോജീനിയസ് shrinkage നമുക്ക് വേറൊരു രീതിയിലും കൂടി പറയുകയാണെങ്കിൽ ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ അതായത് ഹൈഡ്രേഷൻ പ്രോസസ്സ് കൊണ്ട് ഉണ്ടാകുന്ന റിഡക്ഷൻ ഇൻ വോളിയം.
അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം, അതായത് ഒരു കൺസർവേറ്റീവ് സിസ്റ്റം. കൺസർവേറ്റീവ് സിസ്റ്റം എന്ന് വെച്ചാൽ അതായത് മോയ്സ്ചർ മൂവ്മെൻറ്റോ ഈ ഉള്ളിലേക്ക് വാട്ടർ മൂവ് ചെയ്യുകയോ അല്ലെങ്കിൽ പുറത്തേക്ക് വാട്ടർ മൂവ് ചെയ്യുകയോ ഒന്നും ചെയ്യുന്നില്ല, ഒരു കൺസർവേറ്റീവ് ആയിട്ടുള്ളൊരു കൺസർവേറ്റീവ് സിസ്റ്റം വിചാരിച്ചോ. അതുപോലെ തന്നെ ടെമ്പറേച്ചറും കോൺസ്റ്റൻറ്റ്. അങ്ങനെ കൺസർവേറ്റീവ് സിസ്റ്റം ആയാലും, അതായത് മോയ്സ്ചർ മൂവ്മെൻറ്റ് ഇങ്ങോട്ടേക്കും ഉള്ളിലേക്കും അല്ലെങ്കിൽ ഇൻസൈഡിലേക്കും ഔട്ട്സൈഡിലേക്കും മോയ്സ്ചർ മൂവ്മെൻറ്റ് നടക്കുന്നില്ല. അതുപോലെ തന്നെ ടെമ്പറേച്ചറും കോൺസ്റ്റൻ്റ് ആണെങ്കിലും ഈ കോൺക്രീറ്റിനുള്ളിൽ ഇങ്ങനെ ഒരു കൺസർവേറ്റീവ് സിസ്റ്റം ആയിട്ട് വർക്ക് ചെയ്യുന്ന കോൺക്രീറ്റിനുള്ളിൽ ഒരു ശ്രിങ്കേജ് ഒക്കർ ചെയ്യും. അങ്ങനെ ഉണ്ടാകുന്ന ശ്രിങ്കേജിനാണ്, അതായത് ശ്രിങ്കേജ് ഓഫ് സച്ച് എ കൺസർവേറ്റീവ് സിസ്റ്റം ഈസ് നോൺ ആസ് ഓട്ടോജീനിയസ് ശ്രിങ്കേജ്. അതായത് ബേസിക്കായിട്ട് അതിൽ നടക്കുന്ന ശ്രിങ്കേജ് ഒരു എക്സ്റ്റേണൽ ഏജൻറ്റിൻ്റെ യൂസ് ഒന്നും ഇല്ലാതെ അതിനുള്ളിൽ കോൺക്രീറ്റിനുള്ളിൽ തന്നെ ഉണ്ടാകുന്ന ഹൈഡ്രേഷൻ പ്രോസസ്സ് കൊണ്ട് കോൺക്രീറ്റിനുണ്ടാകുന്ന വോളിയം ചേഞ്ച്, അതുകൊണ്ടുണ്ടാകുന്ന ശ്രിങ്കേജ്, അതിനാണ് നമ്മൾ ഓട്ടോജീനിയസ് ശ്രിങ്കേജ് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പം ഈ ഓട്ടോജീനിയസ് ശ്രിങ്കേജിൻ്റെ റേറ്റ് എന്ന് പറയുന്നത്, ഓർഡർ എന്ന് പറയുന്നത് 100 × 10⁻⁻6 ആയിരിക്കും വോളിയം ചേഞ്ച്. ഇനി അടുത്തത് നമ്മൾ ഫോർത്ത് വൺ എന്ന് വെച്ചാൽ കാർബണേഷൻ ശ്രിങ്കേജ് ആണ്. കാർബണേഷൻ ശ്രിങ്കേജ് എന്ന് വെച്ചാൽ കാർബണേഷൻ ശ്രിങ്കേജ് എന്ന് പറഞ്ഞാൽ കെമിക്കൽ പ്രോസസ്സും ഉണ്ട്. കെമിക്കൽ പ്രോസസ്സ് മീൻസ് എന്താ നമ്മൾ പറയുക, നമ്മൾ അറ്റ്മോസ്ഫിയറിലെ കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടല്ലോ, അറ്റ്മോസ്ഫിയറിലെ കാർബൺ ഡൈ ഓക്സൈഡും നമ്മളെ കോൺക്രീറ്റിന് ഹൈഡ്രേറ്റഡ് സിമെൻറ്റ് പേസ്റ്റിനകത്തുള്ള CaOH2 ഉണ്ടല്ലോ, കാൽസ്യം ഹൈഡ്രോക്സൈഡ്, അത് നമ്മൾ വാട്ടറിൻ്റെ പ്രസൻസിൽ എന്ത് സംഭവിക്കും, ഈ അറ്റ്മോസ്ഫിയറിലെ കാർബൺ ഡൈ ഓക്സൈഡ് ഈ CaOH2 എന്താക്കിയിട്ട് കൺവേർട്ട് ചെയ്യും, CaCO3 ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യും, കാൽസ്യം കാർബണേറ്റ്സ് ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യും. അങ്ങനെ കാൽസ്യം കാർബണേറ്റ്സ് ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്, അതിൻ്റെ വോളിയം റിഡ്യൂസ് ചെയ്യും. ഓക്കെ, അതിന് അങ്ങനെ സംഭവിക്കുന്ന ശ്രിങ്കേജിനെ പറഞ്ഞ പേരാണ് കാർബണേഷൻ ശ്രിങ്കേജ്. അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ദ CO2 present in atmosphere react with hydrated cement minerals in the presence of moisture, converting the carbonating CaOH2 to CaCO3. CO2 അറ്റ്മോസ്ഫിയറിൽ CO2 സിമെൻറ്റിനകത്തുള്ള ഹൈഡ്രേറ്റഡ്, അതായത് ഹൈഡ്രേഷൻ പ്രോസസ്സിൻ്റെ എൻഡ് പ്രൊഡക്റ്റാണ് CaOH2 എന്ന് പറഞ്ഞാൽ ജെല്ല്. അപ്പോൾ അങ്ങനെയുള്ള ആ ഹൈഡ്രേറ്റഡ് സിമെൻറ്റിനകത്തുള്ള CaOH2 ആയിട്ട് റിയാക്ട് ചെയ്തിട്ട് എന്താക്കും, CaOH2 CaCO3 ആയിട്ട് റെഡ്യൂസ് ചെയ്യും. ഓക്കെ, കൺവേർട്ട് ചെയ്യും. അങ്ങനെ വോളിയം ചേഞ്ച് ഉണ്ടാവും. അതിനാണ് കാർബണേഷൻ ശ്രിങ്കേജ് എന്ന് പറയുന്നത്. അറ്റ് ദ സെയിം ടൈം സം സിമെൻറ്റ് കോമ്പൗണ്ട്സ് ആർ ഡീകമ്പോസ്ഡ്. ഇത് നടക്കുന്നതുകൊണ്ട് തന്നെ സിമെൻറ്റിൻ്റെ കോമ്പൗണ്ട്സും ഡീകമ്പോസ് ചെയ്യും. ശ്രിങ്കേജ് ഡ്യൂ ടു കാർബണേഷൻ ഒക്കേഴ്സ് മെയിൻലി അറ്റ് ഇൻ്റർമീഡിയറ്റ് ഹ്യൂമിഡിറ്റീസ്. കാർബണേഷൻ ഓൾസോ റിസൾട്ട് ഇൻ ഇൻക്രീസ്ഡ് സ്ട്രെങ്ത് ആൻഡ് റെഡ്യൂസ് പെർമബിലിറ്റി. അപ്പോൾ ഈ കാർബണേഷൻ ശ്രിങ്കേജ് ഇൻ്റർമീഡിയറ്റ് ഹ്യൂമിഡിറ്റി കണ്ടീഷനാണ് കാർബണേഷൻ ശ്രിങ്കേജ് ഒക്കർ ചെയ്യുന്നത്. അതുപോലെ തന്നെ കാർബണേഷൻ ശ്രിങ്കേജ് കൊണ്ട് സ്ട്രെങ്ത് ഇൻക്രീസ് ചെയ്യും, കോൺക്രീറ്റിൻ്റെ പെർമിയബിലിറ്റി റെഡ്യൂസ് ചെയ്യുകയും ചെയ്യും. ഓക്കെ, അതാണ് കാർബണേഷൻ ശ്രിങ്കേജ് എന്ന് പറയുന്നത്. അപ്പോൾ 4 എണ്ണമാണുള്ളത്. ഫസ്റ്റ് വൺ പ്ലാസ്റ്റിക് ശ്രിങ്കേജ്. പ്ലാസ്റ്റിക് ശ്രിങ്കേജ് എന്ന് വെച്ചാൽ പ്ലാസ്റ്റിക് സ്ട്രെയിറ്റിൽ കോൺക്രീറ്റിൻ്റെ സർഫസ് നല്ല അഗ്രിഗേറ്റ് അബ്സോർബ് ചെയ്തിട്ട് വാട്ടർ റിമൂവ് ചെയ്യുന്നത്. ഡ്രൈയിങ് ശ്രിങ്കേജ് ഹാർഡൻഡ് സ്റ്റേറ്റിൽ, ഡ്രൈയിങ് സ്റ്റേറ്റിൽ അതിനകത്തുള്ള എന്താണ് അൺസാച്ചുറേറ്റഡ് എയർ വോയിഡ്സിനകത്തുള്ള വാട്ടർ റിമൂവ് ചെയ്യുക. ഓട്ടോജീനിയസ് ശ്രിങ്കേജ് എന്ന് വെച്ചാൽ ഹൈഡ്രേഷൻ പ്രോസസ്സ് കൊണ്ടുണ്ടാകുന്നത്. കാർബണേഷൻ ശ്രിങ്കേജ് എന്ന് വെച്ചാൽ എന്താണ് CaOH2 CaCO3 ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നതുകൊണ്ടുണ്ടാകുന്ന ശ്രിങ്കേജ്. ഓക്കെ, ഇതാണ് 4 ടൈപ്സ് ഓഫ് ശ്രിങ്കേജ്. ഇനി എന്തൊക്കെയാണ് ശ്രിങ്കേജിനെ എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് നോക്കാം നമുക്ക്. ഫസ്റ്റ് വൺ എന്ന് വെച്ചാൽ വാട്ടർ സിമെൻറ്റ് റേഷ്യോ. ഇമ്പോർട്ടൻ്റ് ആണ് വാട്ടർ സിമെൻറ്റ് റേഷ്യോ. വാട്ടർ സിമെൻറ്റ് റേഷ്യോ എന്ന് വെച്ചാൽ വാട്ടർ സിമെൻറ്റ് റേഷ്യോ ഇൻക്രീസ് ചെയ്യുമ്പോൾ ശ്രിങ്കേജ് ഇൻക്രീസ് ചെയ്യും. എമൗണ്ട് ഓഫ് വാട്ടർ കൂടുമ്പോൾ ശ്രിങ്കേജ് കൂടും. ശ്രിങ്കേജ് ഇൻക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ വാട്ടർ സിമെൻറ്റ് റേഷ്യോ. ഓക്കെ, ദെൻ നെക്സ്റ്റ് സിമെൻറ്റ് കണ്ടൻറ്റ്. ശ്രിങ്കേജ് റേറ്റ് ഇൻക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ സിമെൻറ്റ് കണ്ടൻറ്റ്. സിമെൻറ്റ് കണ്ടൻറ്റ് കൂടുമ്പോഴും അതിൻ്റെ ശ്രിങ്കേജ് റേറ്റ് ഇൻക്രീസ് ചെയ്യും. വാട്ടർ സിമെൻറ്റ് റേഷ്യോ കൂടുമ്പോൾ ഇൻക്രീസ് ചെയ്യും, സിമെൻറ്റ് കണ്ടൻറ്റ് കൂടുമ്പോൾ ഇൻക്രീസ് ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് ഹ്യൂമിഡിറ്റി. ശ്രിങ്കേജ് റേറ്റ് ഇൻക്രീസസ് വിത്ത് ഡിക്രീസ് ഇൻ ഹ്യൂമിഡിറ്റി. അത് നമുക്കറിയാമല്ലോ, ഹ്യൂമിഡിറ്റി കുറയുമ്പോഴാണ്, അറ്റ്മോസ്ഫിയറിൽ ഹ്യൂമിഡിറ്റി കുറയുമ്പോഴാണ് അതിൻ്റെ ശ്രിങ്കേജ് റേറ്റ് ഇൻക്രീസ് ചെയ്യുന്നത്. ദെൻ ടൈപ്പ് ഓഫ് അഗ്രിഗേറ്റ്. ഇൻക്രീസ് ഇൻ മാക്സിമം സൈസ് ഓഫ് അഗ്രിഗേറ്റ് ഡിക്രീസസ് ദ ശ്രിങ്കേജ്. ഗ്രേഡിംഗ് ആൻഡ് ഷേപ്പ് ഹാസ് ലിറ്റിൽ എഫക്റ്റ് ഓൺ ശ്രിങ്കേജ്. അഗ്രിഗേറ്റിൻ്റെ സൈസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ, ഇൻക്രീസ് ഇൻ മാക്സിമം സൈസ് ഓഫ് അഗ്രിഗേറ്റ് ഡിക്രീസ് ശ്രിങ്കേജ്. അഗ്രിഗേറ്റിൻ്റെ സൈസ് കൂടുമ്പോൾ ശ്രിങ്കേജ് കുറയും. ഓക്കെ, ദെൻ ടൈപ്പ് ഓഫ് സിമെൻറ്റ്. റാപ്പിഡ് ഹാർഡനിങ് സിമെൻറ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് സിമെൻറ്റ് ഷ്രിങ്ക് മോർ ദാൻ അതർ ടൈപ്സ്.
ബാക്കിയുള്ളതിനേക്കാളും കൂടുതൽ ശ്രിങ്കേജ് ഉണ്ടാകുന്നത് റാപ്പിഡ് ഹാർഡനിങ് സിമെൻറ്റിലായിരിക്കും. ദെൻ അഡ്മിക്ചർ ആണെങ്കിൽ കാൽസ്യം ക്ലോറൈഡ് എന്താണ് കാൽസ്യം ക്ലോറൈഡ് ശ്രിങ്കേജ് ഇൻക്രീസസ് വിത്ത് അഡീഷൻ ഓഫ് കാൽസ്യം ക്ലോറൈഡ്. CaCl2 ആഡ് ചെയ്യുമ്പോൾ ശ്രിങ്കേജ് കൂടും. പിന്നെ ടൈപ്പ് ആൻഡ് ഷേപ്പ് ഓഫ് സ്പെസിമെനെ എഫക്റ്റ് ചെയ്യുന്നുണ്ട് ഫാക്ടർ. അപ്പോൾ എന്തൊക്കെ ഫാക്ടറാണെന്ന് വെച്ചാൽ ഫസ്റ്റ് വാട്ടർ സിമെൻറ്റ് റേഷ്യോ കൂടുമ്പോൾ ശ്രിങ്കേജ് കൂടും. ദെൻ സിമെൻറ്റ് കണ്ടൻറ്റ് കൂടുമ്പോൾ ശ്രിങ്കേജ് കൂടും. ഹ്യൂമിഡിറ്റി ആണെങ്കിൽ കുറയുമ്പോഴാണ് ശ്രിങ്കേജ് കൂടുന്നത്. ഓക്കെ. ദെൻ അഗ്രിഗേറ്റിൻ്റെ മാക്സിമം സൈസ് ഓഫ് അഗ്രിഗേറ്റിൻ്റെ സൈസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ശ്രിങ്കേജ് ഡിക്രീസ് ചെയ്യും. ഓക്കെ. പിന്നെ ടൈപ്പ് ഓഫ് സിമെൻറ്റിൻ്റെ കേസിൽ റാപ്പിഡ് ഹാർഡനിങ് സിമെൻ്റ് ആണ് മോർ ശ്രിങ്കേജ് ഉണ്ടാകുന്നത്. കാൽസ്യം ക്ലോറൈഡ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ശ്രിങ്കേജ് കൂട്ടാൻ പറ്റും. ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ശ്രിങ്കേജ് ഇൻക്രീസ് ചെയ്യും. ഓക്കെ. ഇതൊക്കെയാണ് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ 4th മോഡ്യൂളിൽ നമുക്ക് പഠിക്കാനുള്ളത്. 4th മോഡ്യൂളിൽ നമ്മൾ പഠിച്ച കാര്യങ്ങൾ എന്തെല്ലാമെന്ന് വെച്ചാൽ കോൺക്രീറ്റിൻ്റെ ഹാർഡൻഡ് പ്രോപ്പർട്ടീസ് ഓഫ് കോൺക്രീറ്റ് ആണ് പഠിച്ചത്. എന്തൊക്കെയാണ് കോൺക്രീറ്റിൻ്റെ ഹാർഡൻഡ് പ്രോപ്പർട്ടീസ്, അതിന് ഇലാസ്റ്റിക് പ്രോപ്പർട്ടി, മോഡുലസ് ഓഫ് ഇലാസ്റ്റിറ്റി, പിന്നെ ക്രീപ്പ് എന്താണ്, പിന്നെ ശ്രിങ്കേജ് എന്താണ്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ 4th മോഡ്യൂളിൽ നമ്മൾ പഠിച്ചിട്ടുള്ളത്. ഓക്കെ. അപ്പോൾ നമ്മൾ 4th മോഡ്യൂൾ കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് എടുക്കാനുള്ളത് 5th മോഡ്യൂളാണ്. അപ്പോൾ എന്താണ് ഈ മോഡ്യൂൾ വളരെ ചെറിയ മോഡ്യൂളാണ്. എല്ലാവരും ഇതൊന്ന് വൃത്തിയായിട്ട് ഈ മോഡ്യൂൾ പഠിക്കാം. ഓക്കെ.